ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ മിക്കവാറും എല്ലാ ഫലങ്ങളും പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത്തവണത്തെ സ്ത്രീകളുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു, വനിതാ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തവണ 46 സ്ത്രീകളാണ് മത്സരരംഗത്ത് പ്രമുഖ മുന്നണികളിൽ നിന്നുണ്ടായിരുന്നത്, 3 മുന്നണികളിൽ നിന്ന് ഉണ്ടായിരുന്നത്. അതിൽ 40 സീറ്റുകളിലേക്കാണ് അവർ മത്സരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ നിയമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ 11 മെമ്പർമാരാണ് ആദ്യം തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ഉമാ തോമസ് കൂടി കടന്നു വന്നതോടുകൂടി അത് 12 മാറി. ഇത്തവണ 11 മാറിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്ത്രീകളുടെ ഒരു പെർഫോമൻസ്, എങ്ങനെയാണ്, ആരൊക്കെയാണ് ജയിച്ചത്, ആരൊക്കെയാണ് തോറ്റത്, എന്താണ് അവരുടെ ജയസാധ്യതകൾക്ക് കാരണമായത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ബാബു പറഞ്ഞ ശരിയാണ്. 12 ആളായിരുന്നു. അതിൽ പിന്നീട് നമുക്കറിയാം കാനത്തിൽ ജമീല മരണപ്പെടുകയുണ്ടായി. അങ്ങനെ 11 പേര് എന്നുള്ള രീതിയിലാണ് നമ്മുടെ സഭ അവസാന കാലത്ത് ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യവും അതിൽ സങ്കടകരമെന്ന് പറയട്ടെ, അത് ഏതാണ്ട് 8% താഴെ വരുന്ന സ്ത്രീകളെയാണ് ഈ പ്രാവശ്യത്തെ സഭയിലും ഉള്ളൂ എന്നുള്ള 11 പേരോളമാണ് ഈ സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇത്ര പേരൊക്കെ മത്സരിച്ചുവെങ്കിലും ഏതാണ്ട് 46 സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. പക്ഷെ 11 പേരാണ് അതിന് ജയിച്ച് സഭയിലേക്ക് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉജ്ജ്വലമായ വിജയം എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്നത് പേരാമ്പ്രയിലുള്ള ഫാത്തിമ തഹ്‌ലിയുടെ വിജയമാണ്. അവർ പക്ഷെ ആദ്യമായിട്ട് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു സ്ത്രീ പ്രാതിനിധ്യം സഭയിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഒരു സാധ്യതയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജയന്തി രാജനും. പക്ഷെ അവർ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. മുസ്ലിം ലീഗ് 2 സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കി. അതിലെ ഒരാള് നല്ല തിളങ്ങുന്ന വിജയത്തോട് കൂടിയിട്ട് 7000-ഓളം വോട്ടോട് കൂടിയിട്ട് വിജയിച്ച് സഭയിലെത്തിയിട്ടുണ്ട്. അതിൽ അവരുടെ വളരെ ചിട്ടയോട് ഉള്ള പ്രവർത്തനങ്ങളും അവരുടെ വർത്തമാനങ്ങളും എല്ലാ കാര്യങ്ങളും അവരുടെ പേഴ്സണാലിറ്റി അടക്കമുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സഭയിലേക്ക് ജയിച്ചു വന്നിട്ടുള്ള പലരും പ്രമുഖരായിട്ടുള്ള പല സ്ത്രീകളും പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരെയും ഒക്കെ പരാജയപ്പെടുത്തിയിട്ടാണ്. ഫാത്തിമ തഹ്‌ലിയെ നമുക്കറിയാം LDF കൺവീനറായിട്ടുള്ള TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സഭയിലെത്തിയിട്ടുള്ളത്. അതുപോലെ ഓരോരുത്തരുടെ കാര്യം നോക്കുകയാണെങ്കിലും ഈ വിജയിച്ചു വന്നിട്ടുള്ള പലരും, ഇപ്പോൾ വിദ്യാ ബാലകൃഷ്ണൻ വിജയിച്ചു വന്നിട്ടുള്ള കോഴിക്കോട് എലത്തൂരിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ളത് മുൻ മന്ത്രിയായിട്ടുള്ള ശശീന്ദ്രനെ പരാജയപ്പെടുത്തിയിട്ടാണ്. അതുപോലെ ഇങ്ങനെ ഓരോരുത്തരുടെയും വിജയിച്ചു വന്നിട്ടുള്ള പലരുടെയും ഇത് വളരെ പ്രാധാന്യമുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് മാനന്തവാടി എന്നുള്ള ഉഷ വിജയന്റെ ജയമാണ്. ഉഷ വിജയൻ മന്ത്രി കേളുവിനെ പരാജയപ്പെടുത്തിയിട്ടാണ് സഭയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വളരെ പ്രമുഖരാണ്. അതുപോലെ നമുക്ക് അറിയാം വടകര MLA ആയിട്ടുള്ള KK രമയുടെ വിജയം എന്ന് പറയുന്നത്, KK രമ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാൾ ഭൂരിപക്ഷം നന്നായിട്ട് ഏതാണ്ട് ഇരട്ടിയുടെ അത്ര വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ, അതുപോലെ നമുക്കറിയാം ഉമാ തോമസ് ഉണ്ട്, അതുപോലെ ഷാനിമോൾ ഉസ്മാൻ ഉണ്ട്, ബിന്ദു കൃഷ്ണൻ ഉണ്ട്, അതുപോലെ OS അംബിക ആറ്റിങ്ങലിൽ നിന്ന് വന്നിട്ടുണ്ട്, രമ്യ ഹരിദാസ് മുൻ MP ആയിരുന്ന രമ്യ ഹരിദാസ് സഭയിലെത്തിയിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. അതുപോലെ ഗീതാ ഗോപി വിജയിച്ച് വന്നിട്ടുണ്ട്. ഗീതാ ഗോപിയുടെ മണ്ഡലത്തില് മറ്റേ അതിന് മുന്നേ നാട്യം CPIയുടെ മുകുന്ദനായിരുന്നു. മുകുന്ദനെ പരാജയപ്പെടുത്തിയിട്ടാണ്. അതെ. അതുപോലെ K തുളസി ജയിച്ചു വന്നിട്ടുണ്ട്. K തുളസി നമുക്കറിയാം അവിടുന്ന് എന്താ പറയുക കോങ്ങാട് നിന്നാണ് ജയിച്ചു വന്നിട്ടുള്ളത്. അത് പുതിയൊരു സ്ഥാനാർത്ഥിത്വമാണ്, നല്ല വിജയമാണ്. അപ്പം ഇങ്ങനെ പൊതുവെ ഈ വിജയിച്ചു വന്നിട്ടുള്ളവരൊക്കെ വളരെ ശേഷിയുള്ള ധാരാളം പേരാണ് വന്നിട്ടുള്ളത്. തോറ്റിട്ടുണ്ട്. തോറ്റവരുടെ കഥ ഭയങ്കര അത്ഭുതമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒട്ടും വിചാരിക്കാത്ത കുറെ ആൾക്കാരാണ് തോറ്റിട്ടുള്ളത്. അതായത് പ്രധാനപ്പെട്ട 3 മന്ത്രിമാര്, വനിതാ മന്ത്രിമാര് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം വീണ ജോർജാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള R ബിന്ദു എരിഞ്ഞാലക്കുടയിൽ നിന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ചിഞ്ചുറാണി മുൻ കൃഷി മന്ത്രി ഒക്കെ ആയിട്ടുള്ള ചിഞ്ചുറാണി പരാജയപ്പെടാനുണ്ടായിട്ടുള്ളത്. അതുപോലെ കുറച്ച് MLA മാരും പ്രധാനപ്പെട്ട MLA മാര് പരാജയപ്പെട്ടിട്ടുണ്ട്. അതിൽ U പ്രതിഭ പരാജയപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ വളരെ പ്രധാനമാണ് പേരാവൂരിൽ നിന്ന് KK ശൈലജ ടീച്ചർ, വളരെ മിടുക്കിയായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള KK ശൈലജ ഈ സഭയിൽ അതെ തീർച്ചയായിട്ടും ഈ നിയമസഭയിലുണ്ട്. അവരുടെയൊക്കെ ആ സാന്നിധ്യം തീർച്ചയായിട്ടും ബാധിക്കുമെന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട്. അതുപോലെ ശാന്തകുമാരി LDFന്റെ മുൻ MLA ആയിരുന്നിട്ടുള്ള, അതുപോലെ ദലീമ
അവർ പരാജയപ്പെട്ടിട്ടുണ്ട്. ആയിഷ പോറ്റി അതുപോലെ നമുക്ക് ഉണ്ടാവേണ്ടിയിരുന്ന അതെ ഒരാളായിട്ട് ആയിഷ പോറ്റി UDFന്റെ സ്ഥാനാർത്ഥി ചെറിയ വോട്ടിനാണെന്നാണോ അവർ അതെ പരാജയപ്പെട്ടത്? ചെറിയ വോട്ടിനാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. കൊട്ടാരക്കരയിൽ നിന്നാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത്. അതുപോലെ ജയന്തി രാജന്റെ ഞാൻ നേരത്തെ പറയണ്ടായി, ചെറിയ വോട്ടിന് അവർ 1286 വോട്ടിനാണ് ശരിക്കും പറഞ്ഞാൽ കൂത്തുപറമ്പ് പോലത്തെ ഒരു സ്ഥലത്ത് അവർ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടു എന്നതാണ്. അതുപോലെ ടി കെ ശ്യാമള അതൊരു നമുക്കറിയാം രാഷ്ട്രീയ MV ഗോവിന്ദന്റെ വിവാദത്തിന് MV ഗോവിന്ദ മാഷയുടെ ഭാര്യ ആ സ്ഥാനത്ത് മത്സരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ടി കെ ഗോവിന്ദ മാഷ് പാർട്ടിയിൽ നിന്ന് വിട്ട് മത്സരിക്കുകയും അവിടെ പിന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ചു വരികയും ചെയ്തിട്ടുള്ളത്. CPM നേതാവായിരുന്ന ഒരാള് വിവാദത്തിന്റെ കേന്ദ്രത്തിലാണ് CPM നേതാവായിട്ടുള്ള ഒരാള് വിജയിച്ച് വരികയുണ്ടായി. പിന്നെ അതുപോലെ നമുക്കറിയാം പിന്നെ അഡ്വക്കേറ്റ് വസന്തം CPIയുടെ നേതാവായിട്ടുള്ള വസന്തം നാദാപുരത്ത് പരാജയപ്പെട്ടു. ശരിക്കും വളരെ മിടുക്കിയായിട്ടുള്ള ജനപ്രതിനിധിയാണ്. ശരിക്കും അവരുണ്ടാവേണ്ടതായിരുന്നു സഭയിൽ. അവർ CPIയുടെ വനിതാ നേതാവാണ്. അവരില്ലാത്ത ഒരു കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ സഭയിൽ. അതുപോലെ നമുക്കറിയാം വളരെ പ്രമുഖരായിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇപ്പോൾ ഈ NDAയുടെ സ്ഥാനാർത്ഥികളായിട്ടുള്ള വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം പാലക്കാട്ട് നിന്ന് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊക്കെ കാണുന്ന ഒരു രംഗമുണ്ട്. അവർ പിന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വോട്ടർമാർക്ക് പൈസ കൊടുക്കുന്നതിന്റെ വീഡിയോ സഹിതം കാര്യങ്ങൾ പുറത്തു വരികയും അവർ വളരെ അഗ്രസീവായിട്ട് ഈ വീഡിയോ ആക്രമിച്ചു. അങ്ങനെ മാത്രമല്ല, അതിനുശേഷം അവരുടെ പിന്നെ BJPയുടെ ലീഡർഷിപ്പിലുള്ള ഒരു വനിതയായിട്ട് അവർ ഭയങ്കര വഴക്കുണ്ടാവുകയും അവരെ പുറത്താക്കപ്പെടുക, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അതിന്റെ ഭാഗമായിട്ടുണ്ട്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരന്റെ മകളായിട്ടുള്ള പത്മജ വേണുഗോപാലിന്റെ പരാജയം. അതെ, അവര് വിജയിക്കുമെന്നുള്ള രീതിയിലോ, കാരണം സുരേഷ് ഗോപിക്ക് അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ജയിക്കുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവർ 3-ാം സ്ഥാനത്താണ് എന്നാണ് അല്ലെ, 3-ാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തമാശയായിട്ട് പറയുന്നത്. അവര് എന്തായാലും കനത്ത പരാജയം കഴിഞ്ഞ തവണ 2-ാം സ്ഥാനത്തായിരുന്നു BJP ഉണ്ടായിരുന്നത്. അതെ, അപ്പൊ 3-ാം സ്ഥാനത്തേക്ക് എത്തിയത് വലിയ സന്തോഷം. അതെ, അത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. അതുപോലെ ശ്രീലേഖ IPS, പഴയ ശ്രീലേഖ അവര് മത്സരിച്ചിട്ട് അതെ അവര് മേയറാക്കുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ തിരുവനന്തപുരത്ത് കൊണ്ടേ മത്സരിപ്പിച്ചായിരുന്നു. അവിടുന്ന് മാറ്റിയിട്ടാണ് പുതിയ MLA ആക്കിയിട്ട് മാറ്റുന്നത്. എത്തിയത് പോകുന്നത്. അതെ, അപ്പൊ അങ്ങനെ ഈ പ്രമുഖരായിട്ടുള്ള പലരുടെയും പരാജയവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അവരിൽ പലരും നമ്മുടെ സഭയിൽ ഉണ്ടാവേണ്ടതായിരുന്നു. എന്തായാലും വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്ത്രീകളുടെ ആളുകൾ ഒഴിവായി എന്നുള്ള ഒരു സന്തോഷമാണ്. ഇത്തരം ആളുകള് സഭയിൽ KK ശൈലജ ടീച്ചറെ പോലെയും ഒക്കെ ഉള്ള കുറെ ആൾക്കാരെ, അതെ വസന്തത്തെ പോലെയുള്ള ആൾക്കാർ കുറെ ആൾക്കാർ ഇല്ലാതെ ചെയ്യുന്നത് വളരെ സങ്കടകരമാണ്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, നല്ല സീറ്റുകൾ കൊടുത്തിട്ട് സ്ത്രീകളെ നിർത്തുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പിന്നെ മികച്ച പ്രകടനം നടത്തി തിരിച്ച് സഭയിലെത്തുന്നും അവര് സ്ഥാനങ്ങൾ കിട്ടണം. നമുക്കറിയാം ഈ വരാൻ പോകുന്ന സഭയിൽ എങ്ങനെയാവും എന്നറിയില്ല. സ്ത്രീകൾക്ക് എത്രമാത്രം സ്പീക്കർ സ്ഥാനം കേൾക്കുന്നുണ്ട്, മന്ത്രിസ്ഥാനം കൊടുക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയാണ് ചെയ്യാന്നറിയില്ല. എന്തായാലും സ്ത്രീകൾ ഈ 8% പോലും തികയാത്ത വിധത്തിൽ കേരളത്തിന്റെ നിയമസഭയിൽ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ നിരാശാജനകമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ ആ കാര്യത്തിൽ വരും തെരഞ്ഞെടുപ്പുകളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. എന്തായാലും പ്രമുഖരുടെ സാന്നിധ്യം കൊണ്ട് കൂടി ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സഭയായിരിക്കും ഇത്. പക്ഷെ നിലവിലുള്ളവർ വളരെ പ്രമുഖരാണ്, മിടുക്കികളാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ സഭയിൽ അവരുടെ പ്രാതിനിധ്യം അത് തെളിയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.